ഒന്ന് പോയി നോക്കിയേക്കാം, എന്താ എടുക്കുന്നാവോ. അത് ശരി, പിന്നെ വിളിച്ചാ എങ്ങനെ കേക്കാനാ? നല്ല ഉറക്കവാ രണ്ടുപേരും. ദേവുവേ, ദേവു എണീറ്റേ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ദേവു ഒന്ന് പെട്ടെന്ന് എണീറ്റേ. ഓ രാവിലെ ആയോ? ഒരു മിനിറ്റ് അമ്മ, എപ്പോൾ എണീക്കാം? 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്നുമില്ല. എത്ര സമയമായെന്ന് നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്? എത്ര സമയമായി നീ ഉറങ്ങുന്നേ? സാധാരണ ഇങ്ങനൊന്നും അല്ലല്ലോ. എത്ര പെട്ടെന്ന് എണീക്കുന്ന കൊച്ചാ നീ. പെട്ടെന്ന് എണീറ്റേ. എണീറ്റമ്മേ. മിന്നു മിന്നു പെട്ടെന്ന് എണീറ്റേടി. നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ നിൽക്കണം. പെട്ടെന്ന് എണീക്കടി. ഇപ്പൊ അങ്ങ് കിടന്നിട്ടുള്ളൂ, അമ്മയെ പോയി എണീക്കാനുമായോ? ആഹാ, 8:30 കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാലേ സ്കൂൾ അങ്ങ് തുറക്കും. അപ്പൊ 6 മണി 6:30 ആകുമ്പോഴേക്കും എണീക്കേണ്ടി വരും. അപ്പൊ നീ എന്നാ ചെയ്യും? ഇപ്പൊ അടുത്തങ്ങ് അടച്ചിട്ടുള്ളൂ, അപ്പൊ എനിക്ക് തുറക്കാനും ആയോ? ഇപ്പൊ അടുത്തോ? 1 മാസം കഴിഞ്ഞ് വെക്കേഷൻ ആയിട്ട്. അതെ, ഓരോന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ നിൽക്കണ്ട. പെട്ടെന്ന് എണീറ്റ് പോയി ഫ്രഷ് ആവും. ഞാനേ അപ്പോഴേക്ക് ഫുഡ് എടുത്ത് വെക്കാം. ഇനി ഇവിടെ കിടക്കാനും നേരപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ വടിയും കൊണ്ടായിരിക്കും കേട്ടോ വരുന്നത്. മീന് 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 മീനേ മീനേ. ഷോ ആരെയും കാണാനില്ലല്ലോ. ചേട്ടാ പോവല്ലേ ചേട്ടാ, എന്റെ അമ്മയ്ക്ക് മീൻ വേണം. ആ ശരി മോളെ. ചേട്ടാ ഇന്ന് എന്ത് മീനാ ഉള്ളത്? മോളെ, ഇന്ന് നല്ല പെടക്കുന്ന അയിലയുണ്ട്. ചേട്ടൻ കള്ളം പറയണ്ടേ, ഇത് പെടക്കുന്നില്ലല്ലോ. അത് മോളെ, കടലിൽ നിന്ന് നല്ലപോലെ പെടച്ചിരുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്കാ പെടക്കൽ നിന്നത്. ചേട്ടാ ഈ മീനിൽ വിഷം കലർത്തിയിട്ടുണ്ടോ? ഞാൻ വിഷം കലർത്തിയിട്ടൊന്നുമില്ല. ഇത് നല്ല ഫ്രഷ് മീനാ. ചേട്ടാ പിള്ള മനസ്സിൽ കള്ളയില്ലാന്നാട്ടോ. പിള്ള മനസ്സിൽ കള്ളം ഒന്നുമില്ല. പക്ഷേ ഈ മീൻ നിങ്ങൾക്ക് വിശ്വസിച്ച് കഴിക്കാം. ദാസപ്പേട്ടൻ പോയെന്ന് വിചാരിച്ചു ഞാന്. മോളെ, നിങ്ങൾക്ക് മീൻ തരാതെ ഞാൻ എങ്ങനെ പോവാനാ? അത് ഞങ്ങൾക്ക് അറിയാലോ ദാസപ്പേട്ട. ഇന്ന് എന്ത് മീനാ ഉള്ളേ, അയലയോ? മോളെ, ഇന്ന് അയല മാത്രമേ ഉള്ളൂ. എങ്ങനെയാ വില? 1 കിലോക്ക് 160 രൂപയാണ്. പക്ഷേ ഞാൻ എല്ലാവർക്കും 1 കിലോ 150 രൂപയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. ആണോ? എന്നാ എനിക്കൊരു 100 രൂപയ്ക്ക് എടുത്തേക്ക്. എന്നാ എനിക്ക് 100 രൂപയ്ക്ക് മതി. എന്നാ കുഷേ, നീ ആദ്യം മീൻ മേടിച്ചോ. ഇതാ ദാസപ്പേട്ട കൊട്ട. ഇന്നാ മോളെ 100 രൂപയ്ക്ക് മീൻ. ഇതാ ഏട്ടാ പാത്രം. ആഹാ, 2 പേരേതും ഒരുപോലത്തെ കുട്ടയാണല്ലോ. അത് ഞങ്ങളെ ഒരുമിച്ച് ഒരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടേനി. അപ്പം മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലത്തെ കുട്ട മേടിച്ചതാ. ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ റംലയില്ലേ, റംലക്കും അതുപോലെ തന്നെ സൗമ്യല്ലേ ഞങ്ങളുടെ ഫ്രണ്ട്, അവക്കും ഉണ്ട്. ആണോ? ഞാനിന്നേ ആ ഭാഗത്തേക്കല്ല ആദ്യം പോയത്. ഇന്ന് ഈ ഭാഗത്തേക്ക് ആദ്യം വന്നത്. ഇനി വേണം അങ്ങോട്ട് പോവാൻ. ചുമ്മാതല്ല, ഇന്ന് നേരത്തെയാണല്ലോ. ഇന്നാ മോളെ മീന്. ശരി മക്കളെ, ഞാൻ പോവാ. അതെ ദാസപ്പേട്ട, ഞാൻ നാളെ പൈസ തരാട്ടോ. രാജേഷ് ചേട്ടനെ കുറച്ച് ദൂരെയാ പണി, അതുകൊണ്ട് ഇന്ന് രാത്രിയെ പൈസ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നാളെ തരാട്ടോ. ശരി മോളെ. ദാസപ്പേട്ടൻ, ഞാൻ ഗൂഗിൾ പേ ചെയ്യാട്ടോ. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അമ്മ ഇന്ന് എന്തൊക്കെയുണ്ട്? ചോറ്, സാമ്പാറ്, ചമ്മന്തി, മീൻ വറുത്തത്, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി.